ഇലാമ. അന്നോന diversifolia എന്നറിയപ്പെടുന്ന ഇലാമ, ചെറിമോയ, ഷുഗർ ആപ്പിൾ, കസ്റ്റാർഡ് ആപ്പിൾ തുടങ്ങി നിരവധി സമാന ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടുന്ന അന്നോനേസി വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇലാമയുടെ ഉത്ഭവം മധ്യ അമേരിക്കൻ നാടുകളിൽ നിന്നാണ്. തെക്ക് പടിഞ്ഞാറൻ മെക്സിക്കോ, ഗ്വാട്ടിമാല, എൽ സാൽവഡോർ എന്നിവിടങ്ങളിൽ വളരെ വ്യാപകമായി വളരുന്ന ഇലാമ ഫലവൃക്ഷങ്ങൾ പസഫിക് തീരങ്ങളിലെ താഴ്വരകളിലും വളരുന്നു. മലയാളത്തിലെ പ്രശസ്തമായ സിനിമയിൽ അവതരിപ്പിക്കുന്നത് പോലെ ഇലാമ പഴം കഴിക്കുന്നത് അന്ധതയ്ക്ക് കാരണമാകില്ല. ഇതിന്റെ കുരു അന്ധതയെ സുഖപ്പെടുത്തുന്ന ഔഷധവുമല്ല. ഉഷ്ണമേഖല താഴ്ന്ന പ്രദേശങ്ങളിൽ വളർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച അനോണിയസ് പഴമാണ് ഇലാമ. നിവർന്നതോ പടർന്നു വളരുന്നതോ ആയ നിരവധി ശാഖകളോടെ 25 അടി വരെ ഉയരത്തിൽ വളരുന്ന ഇലാമയുടെ ഇലകൾ സമാന ഇനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 തരത്തിൽ കാണപ്പെടുന്നു. ഇലഞ്ഞെട്ടോടുകൂടിയ ദീർഘവൃത്താകാരത്തിലുള്ള വലിപ്പമുള്ള ഇലകളും ചെറിയ ശാഖകളുടെ അടിയിൽ ഇലപൊഴിയം ബ്രാക്കറ്റുകളുടെ രൂപത്തിൽ ഞെട്ടില്ലാതെ വൃത്താകാരമുള്ള വലിപ്പം കുറഞ്ഞ ഇലകളും. തളിരിലകൾക്ക് ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറമാണ്. പുഷ്പങ്ങൾ ഒറ്റയായ നീണ്ട തണ്ടുകളിൽ 2 മുതൽ 5 സെന്റിമീറ്റർ നീളത്തിൽ പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ ചുവപ്പ് നിറത്തോടെ നീണ്ട 3 ദളങ്ങളും ചെറിയ വിദളങ്ങളും പൂമ്പൊടിയുള്ള ആന്തരിക ദളങ്ങളോടെയും കാണപ്പെടുന്നു. ഇലാമയ്ക്ക് പൊതുവെ സംയുക്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. 15 സെന്റിമീറ്റർ വരെ വലിപ്പത്തിൽ അണ്ഡാകാരത്തിലോ കോൺ ആകൃതിയിലോ ഹൃദയാകൃതിയിലോ ആണ് ഫലങ്ങൾ കാണപ്പെടുന്നത്. ഫലങ്ങളുടെ പുറമെ ത്രികോണാകൃതിയിലുള്ള ലോബുകളാൽ മൂടപ്പെട്ടിരിക്കുന്നതായി കാണാം. എന്നാൽ ഒരേ മരത്തിൽ വ്യത്യസ്ത ഫലങ്ങളിൽ കുമിളകൾ മുതൽ മിനുസമാർന്നതുവരെയുള്ള ലോബുകളുള്ള ഫലങ്ങൾ കാണപ്പെടാറുണ്ട്. പച്ച, പിങ്ക് എന്നിങ്ങനെ 2 തരം ഇലാമ ഫലങ്ങളുണ്ട്. ഇതിൽ പച്ച ഇനത്തിന് വെളുത്തതും മധുരമുള്ളതും തരികളോടുകൂടിയ ഉൾക്കാമ്പും, പിങ്ക് തരത്തിന് എരിവ് കലർന്ന മധുരമുള്ള രുചിയോടുകൂടിയ റോസി നിറമുള്ള ഉൾക്കാമ്പുമുണ്ട്. 2 തരം ഇലാമ പഴങ്ങളുടെയും മധ്യഭാഗം നാരുകൾ ഉള്ളതാണ്. ഇലാമ പഴത്തിന് സ്ട്രോബെറിയുടെ രുചിയോട് സമാനത തോന്നാം. മരത്തിൽ നിന്നും പഴങ്ങൾ വിളഞ്ഞു പൊട്ടുന്നതിന് മുമ്പ് പറിച്ചെടുത്ത് 3 ദിവസം വരെ സൂക്ഷിച്ചാൽ പാകമായി കിട്ടും. ഫലങ്ങൾ വിളയുന്നതിന് മുമ്പ് പറിച്ചാൽ അതൊരിക്കലും പാകമാകില്ല. ഓരോ ഇലാമ മരങ്ങളിലും ഫലങ്ങളുടെ ലഭ്യത എണ്ണത്തിൽ കുറവാണ്. കായ്ക്കുന്ന കാലഘട്ടത്തിൽ ചില മരങ്ങളിൽ കായ്കൾ ഉണ്ടാകാറുമില്ല. ഇലാമ പഴം പകുതിയാക്കി പുറംതൊലിയിൽ നിന്നും ഉൾക്കാമ്പ് വേർപെടുത്തി കഴിക്കാം. എന്നാൽ ഇത് തണുപ്പിച്ച് ക്രീമും പഞ്ചസാരയും ചേർത്ത് സ്വാദ് വർദ്ധിപ്പിക്കാം. നാരങ്ങാ നീര് ചേർത്ത് ഉപയോഗിച്ചാലും രുചി വർദ്ധിക്കും. ഇലാമയുടെ പഴത്തിൽ ധാരാളം പ്രോട്ടീനുകളും നാരുകളും അടങ്ങിയിട്ടുണ്ട്. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും പല രോഗങ്ങളിൽ നിന്നും ആശ്വാസം നൽകാനുള്ള ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, ഇരുമ്പ്, കരോട്ടിൻ, തയാമിൻ, അസ്ബോറിക് ആസിഡ് തുടങ്ങി നിരവധി പോഷക ഘടകങ്ങളാൽ സമ്പുഷ്ടമാണ് ഇലാമപ്പഴം. ഇതിന്റെ വിത്തുകൾ ചെറുതും നീണ്ടുരണ്ടതും കടുപ്പമുള്ളതും മിനുസമാർന്നതും തവിട്ട് നിറത്തോടു കൂടിയതുമാണ്. വിത്തുപാകി പുതിയ തൈകൾ ഉണ്ടാക്കാം. എന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ മരങ്ങളിലും ഫലങ്ങൾ ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഗ്രാഫ്റ്റിംഗ് പോലെയുള്ള മാർഗങ്ങൾ വഴി തൈകൾ ഉണ്ടാക്കുകയാണ് ഉത്തമം. ഇലാമയുടെ തൈകൾക്ക് വളരാൻ ഭാഗിക തണൽ ആവശ്യമാണ്. വളർന്ന മരങ്ങൾക്ക് നല്ല വെയിൽ പ്രതിരോധിക്കാൻ കഴിയും. കീടപ്രതിരോധ ശേഷി കൂടിയ ഇലാമ മരങ്ങൾ സമൃദ്ധമായ മഴയും നീണ്ടു വരണ്ട കാലവുമുള്ള കാലാവസ്ഥയിലാണ് ഏറ്റവും നന്നായി നിലനിൽക്കുന്നത്. ഇടയ്ക്കിടെ മഴ പെയ്യാത്ത പ്രദേശങ്ങളിൽ മരം നനയ്ക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരാൻ കഴിയുന്ന ഇലാമ മരം നമുക്കും നട്ടുവളർത്താം. ഒരു തൈ നടു, പ്രകൃതിയെ സംരക്ഷിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ഐമാസ് പ്ലാന്റ്സ് വേൾഡ്.